ഈ ക്ഷേത്രത്തെ കുറച്ച് കൂടുതൽ സഹായിക്കണമെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കഥ പറയുകയല്ല ചെയ്യുന്നത്. ഇത് ഈ എൻ്റെ വെളിപ്പെടുത്തൽ 100% എന്നെ ശ്രവിക്കുന്നവർക്ക് ഇതൊരു ഒരു കാര്യമാണ് എന്ന് കളിക്കാൻ വരല്ലോ. ഏത് തമാശ കളിക്കാൻ വരരുതേ എന്ന് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്ത് അപേക്ഷിക്കാം. ഈ കാവിൽ വന്നതിൽ ഒരു പ്രത്യേകത ഉള്ള അനുഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ നമ്മുടെ കേരളത്തിനകത്ത് തൃശ്ശൂർ കനാടി ദേവസ്ഥാനം ഉൾപ്പെടെയുള്ള മുൻനിര ദേവസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തും ഒക്കെ പ്രവർത്തിക്കുന്നതായി കണ്ടു. അവിടെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരം ദേവസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട ജീവിതത്തിനാവശ്യമായ പിന്നീട് നിർദ്ദേശങ്ങൾ കിട്ടുമോ എന്ന് തിരക്കി പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ടുള്ളതിൽ വെച്ച് പറഞ്ഞല്ലോ, മുൻനിര തരത്തിലുള്ള എല്ലാത്തിലും നമുക്കറിയാം, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടുന്ന എല്ലാം ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ പിന്നീട് വിലയിരുത്തൽ. അത്രയും അത് കണ്ട് അനുഭവിച്ചും പരിചയം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ എനിക്കുള്ള അനുഭവമല്ല. ഞാൻ ഇന്ന് 1 മണിക്കൂർ മാത്രമാണ് ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പഴകിയത്. പക്ഷേ ആ സമയത്ത് എൻ്റെ മുന്നിൽ വന്ന മറ്റൊരു വിഷയം അവിടെ പിന്നീട് വിശകലനം ചെയ്യുന്നത് കണ്ടപ്പോൾ അത് 100% സത്യസന്ധമായിട്ടാണ് അതെനിക്ക് അനുഭവപ്പെട്ടതും തോന്നിയതും. നേരിലാണ് എൻ്റെ നേരിൽ കണ്ട അനുഭവമാണ്. അത് പൂർണ്ണമായും ഒരു വ്യത്യസ്തത തന്നെയാണ്. അത് അവിടെ ഒരു ദേവസ്ഥാനം അല്ലെങ്കിൽ ഒരു ദേവചൈതന്യം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണമായിരിക്കുകയാണ്. അത് പറയാതെ വയ്യ. ഞാൻ തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ പ്രമുഖമായ ദേവസ്ഥാനങ്ങളും പലയിടത്തും പോയി. പക്ഷെ അവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനൊരു വെളിപ്പെടുത്തൽ അവർക്കാർക്കും കാലാകാലങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും ആ സത്യം തേടിയാണ് നടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ സത്യം ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അങ്ങനെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ചേട്ടൻ ഈ കുട്ടിച്ചാത്തൻ കാവിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇത് ഞാൻ നമ്മുടെ യൂട്യൂബിലൂടെ ഒരു അതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ. ചേട്ടനോട് വന്നതുകൊണ്ട് പ്രയോജനമുണ്ട്? തീർച്ചയായും ഉണ്ട് എന്ന് കരുതുന്നു. ഇനി അനുഭവം കൊണ്ടാണ് അറിയേണ്ടത്. ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട കാര്യം സത്യസന്ധമാണ്. അത് സത്യസന്ധമാണ്.